അടുത്ത 3 ദിവസം കൂടി അതിശക്തമായ മഴ കേരളത്തിൽ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നത്. നമുക്ക് ഈ മാപ്പ് പരിശോധിച്ചാൽ നമുക്കറിയാം കാലവർഷക്കാറ്റ് കേരള തീരത്ത് എത്രത്തോളം ശക്തമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ കാലവർഷക്കാറ്റ് സജീവമായതോടുകൂടി തന്നെ കേരളത്തിലെ തീരദേശ മേഖലയിലും മലയോര മേഖലകളിലും വ്യാപകമായി മഴ പെയ്യുന്നു. ഇനി മഴ മുന്നറിയിപ്പുകൾ ഓരോ ജില്ലകളിലും എങ്ങനെയാണ്? എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് 31-ാം തീയതി വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട് ഈ 2 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് റെഡ് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. കോട്ടയം മുതൽ മലപ്പുറം വരെയും ഒപ്പം കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഓറഞ്ച് അലർട്ട് ആണെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം. തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. അടുത്ത 2 ദിവസവും നാളെയും മറ്റന്നാളും അതിതീവ്ര മഴ പല ജില്ലകളിലും പെയ്യുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നാളെ റെഡ് അലർട്ടാണ്, ഇടുക്കിയിൽ റെഡ് അലർട്ടാണ്, ഒപ്പം കണ്ണൂർ, കാസർഗോഡ് ഈ 2 ജില്ലകളിലും റെഡ് അലർട്ട് നാളെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സമാനമായ രീതിയിൽ 30-ാം തീയതിയും പല ജില്ലകളിലും റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. അതായത് അടുത്ത ഒരു 3 ദിവസം അതിശക്തമായ മഴ കേരളത്തിൽ പല ജില്ലകളിലും പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നു. ഈ മഴയ്ക്ക് കാരണം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദമാണ്. ആ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കൂടി മഴ നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല കാലവർഷക്കാറ്റ് കേരള തീരത്ത് ശക്തമായതോടു കൂടിയാണ് കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്നത്. ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ജാഗ്രത വേണം, തീരദേശ മേഖലയിൽ ജാഗ്രത വേണം, കാറ്റിന്റെ വേഗത വളരെ കൂടുതലായിരിക്കും, മത്സ്യത്തൊഴിലാളികളും ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്.